അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചാർജ് കൂടുതലാണ്. 20 വർഷം പഴക്കമുള്ളതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ടെസ്റ്റിന് മാത്രം മാരക വിലയാണ്. കാരണം 1-2 സാധനം ബാക്കിയുള്ള 9,000 രൂപയൊക്കെ പറയുന്നത്. പിന്നെ സീറ്റ് നോക്കിയേ, 15,000 രൂപയുടെ സീറ്റാണിത്. ബക്കറ്റ് സീറ്റ്, ഫ്രണ്ടും ബാക്കും ഉണ്ട്. ഒന്നുമില്ല, ഫാബ്രിക് അടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വെറുതെ ഒരു റെക്സിൻ അടിച്ചാൽ മതി. അപ്പോൾ ചിലവ് പകുതിയായി. 40,000 രൂപ കൊടുത്തിട്ട് 20 വർഷം പഴക്കമുള്ളൊരു കാറ് വാങ്ങി. അതിപ്പോൾ ഷോറൂം കണ്ടീഷനിലേക്ക് കൊണ്ടുവന്നിക്കുക, പുതിയതാക്കി. ഇതിന് എന്ത് ചിലവ് ഉണ്ടാവും? ഇത് ഏതാണ് വണ്ടി, എത്ര രൂപ ചിലവാക്കി, എന്തൊക്കെ ചെയ്തു പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അതൊക്കെ കിടന്നൊരു വണ്ടിയായിരുന്നു ഇത്. നമ്മൾ എടുത്ത് കൊണ്ടുവന്നതും വീഡിയോ ഒക്കെ ഉണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം. 1998 ഇന്ത്യൻ നിരത്തിലേക്ക് വന്ന 2 കാറുകളായിരുന്നു ദൈവു മാറ്റിസും ഹ്യുണ്ടായി ഇന്ത്യയുടെ സാൻഡ്രോയും. ദൈവു മാറ്റിസ് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള അട്രാക്ഷനായിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. പക്ഷേ സാൻഡ്രോ എന്ന് പറയുന്നത് പ്ലെയിൻ അഗ്ലി എന്ന് റിവ്യൂവേഴ്സും ആളുകളൊക്കെ വിധി എഴുതിയ ഒരു വണ്ടിയാണ്. പക്ഷേ കാലചക്രം തിരിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കാലം മാറിയപ്പോൾ ദൈവു ഇന്ത്യയിൽ നിന്ന് പോയി, മാറ്റിസ് മാത്രമല്ല ദൈവവും പോയി. അവിടുന്ന് അങ്ങോട്ട് സാൻഡ്രോയുടെ ഒരു കാര്യത്തിലേക്ക് വന്ന അന്ന് കുറ്റം പറഞ്ഞ ആളുകളൊക്കെ തന്നെ സാൻഡ്രോ മേടിച്ചു എന്നുള്ളതും വിവിധമാന ജനറേഷനുകളായിട്ട് ഇന്ത്യൻ നിരത്തിൽ സാൻഡ്രോ 2022 വരെ നിലകൊണ്ടുവന്നുള്ളതാണ്. 2022 അന്ന് ലാസ്റ്റ് സാൻഡ്രോ എന്ന് പറയുന്നത് അത്ര ഹിറ്റൊന്നുമല്ല. എന്നാലും ആ ഒരു ജനറേഷനുകളിൽ അല്ലെങ്കിൽ ആ ഒരു വകഭേദങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാൻഡ്രോകളിൽ ഒന്നെന്ന് പറയുന്നത് സിംഗ് ആണ്. അങ്ങനെയുള്ള ഒരു സിംഗ് ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഈ വണ്ടി ഞങ്ങൾ 40,000 രൂപയ്ക്ക് മേടിച്ചാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് സമയം എടുത്തു ഇത് ഈ ഒരു കോലത്തിലാക്കാനായിട്ട്. ഡുവൽ ടോൺ കളർ അടിച്ചു, കസ്റ്റം പെയിൻ്റ് അടിച്ചു, ടയർ മാറി, ചേഞ്ചസ് ചെയ്തു. ഇതിനെല്ലാം കൂടി വന്ന ചിലവ്, പിന്നെ 20 വർഷം വരുന്ന വണ്ടിക്ക് ഫിറ്റ്നസ്സിന് എന്ത് ചിലവ് വരും, അതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒരു പഴയ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പുതിയ വണ്ടി വാങ്ങാനായിട്ട് കുറേ കാശ് വേണം. 10-14 ലക്ഷം രൂപ കണ്ടാലും നല്ല വണ്ടി കിട്ടുമെന്ന് പറയാം. വലിയ വണ്ടി, ചെറിയ വണ്ടി ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു ഇഗ്നിസ് കിട്ടണമെങ്കിൽ 8 ലക്ഷം രൂപ കൊടുക്കണം. എന്നാൽ കയ്യിലുള്ള കാശിന് ഒരു ചെറിയ 1 ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു നല്ല വണ്ടി മേടിച്ച് അതിൽ അത്യാവശ്യം മിനുക്ക് പണികളൊക്കെ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുമോ എന്നുള്ളതും ഈ ഒരു വണ്ടിയുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ചില ആളുകൾ പറയും പഴയ വണ്ടികൾ കളയണം എന്നിട്ട് പുതിയത് മേടിക്കണമെന്ന്. നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ വണ്ടികളൊക്കെ തന്നെയും തുടച്ച് മിനുക്കി പുതിയതാക്കി കൊണ്ടുനടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. വണ്ടിയോടുള്ള സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് മാത്രമല്ല, ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു ലൈഫ് ടൈം യൂസ് ചെയ്യാനുള്ള ഒരു സംഗതിയാണെന്ന് കൂടി ചിന്തിക്കുന്ന ആളുകളാണ് കേട്ടോ. എന്തായാലും ഈ വണ്ടി വന്ന മാറ്റങ്ങൾ എന്താ, മുന്നും തുടങ്ങാം. 2,000 രൂപയോളം വിലയുള്ള 2 ഹെഡ് ലാമ്പുകൾ, 900 രൂപയ്ക്കുള്ള ഒരു ഫോഗ് ലാമ്പ്, അപ്പോൾ 5,000 കൂട്ടിക്കോ. ഈ ഗ്രില്ലെന്ന് പറയുന്നത് പഴയ ഗ്രില്ല് റീകണ്ടീഷൻ ചെയ്താണ്. പിന്നെ പെയിൻറ്റിങ്, ഈ പെയിൻറ്റിങ്ങിന് എന്ത് വില വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്ത് ചാർജ് വന്നിട്ടുണ്ടാവും? ഞാൻ പറയട്ടെ, നമ്മളിത് പെയിൻറ്റ് ചെയ്ത് 50,000 രൂപ താഴെയാണ്. ഏറെക്കുറെ 25-30 ആണ് ഇതിൻ്റെ പെയിൻറ്റ് ചെയ്യാനും പെയിൻറ്റ് വാങ്ങാനും കൂടെ വന്നേക്കുന്നത്. ഇത് വീട്ടിലിട്ട് പെയിൻ്റ് അടിച്ച വണ്ടിയാണ്. ടാർപ്പായ 4 ഓരം കെട്ടി പെയിൻറ്റ് ചെയ്യാവുന്ന ആളെ വിളിച്ച് മെഷീൻ വാടകയ്ക്ക് എടുത്ത് പെയിൻറ്റ് ചെയ്ത വണ്ടിയാണ്. നമ്മൾ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കൊടുത്ത് പെയിൻറ്റ് വണ്ടികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഏറ്റവും കോസ്റ്റ് കുറച്ച്, എന്നാൽ നല്ല പെയിൻറ്റ് എടുത്ത് പെയിൻറ്റ് ചെയ്തതാണ്. ഇവിടെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡുവൽ ടോൺ ആക്കാനായിട്ടുള്ളൊരു തടസ്സം എന്ന് പറയുന്നത് ഇതിനൊരു കട്ടിങ് ഇല്ലായിരുന്നു. വെച്ചാൽ ഒരു ഡുവൽ ടോൺ മോഡലല്ല സാൻഡ്രോ സിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലൈനൊക്കെ ഇട്ട് അങ്ങനെ എടുത്താണ്. അപ്പോൾ ഡുവൽ ടോണും ആക്കിയിട്ടുണ്ട്. പിന്നെ വൈപ്പർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി ഏറെക്കുറെ പുതിയ വണ്ടി ആക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങൾക്ക് ഈ വണ്ടി കാണാം. ടയറുകൾ പുതിയതാണ്, നമ്മൾ അലോയിൽ ഇട്ടിട്ടില്ല. വീൽ കപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഗതിക്ക് അടിച്ച് പെയിൻ്റ് ആണ്. നിങ്ങൾ ഇതെന്ന് പറയുന്നത് ബോഡി കളർ അടിച്ചാണ്. ഇതും ഡുവൽ ടോണാണ്. ആ ബോഡി കളറും ആ ബ്ലാക്കും. പുതിയ ടയറാണ്. 4 ടയറിനും കൂടെ ഏറെക്കുറെ 10,000 രൂപ. അപ്പോൾ ടയറും പുതിയതിട്ടു. പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന ബാക്കിലേക്ക് വെച്ചിട്ടുണ്ട്. ഷാർക്ക് ഫിൻ അല്ല, ആൻറ്റിന ബാക്കിലാക്കിയെന്നാണ് പറയാൻ പറ്റുക. സാധാരണ ആൻറ്റിന അല്ല അത് മാരുതി പാർട്ട്മീനിൽ എടുത്തുള്ള ആൻറ്റിനയാണ്. അതിനായിട്ടൊരു തുള ഇടേണ്ടി വന്നിട്ടുണ്ട്. അതാണ് ആകെയുള്ളൊരു മോഡിഫിക്കേഷൻ. പഴയ കാറുകൾക്ക് ചാലഞ്ചസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ സ്പോയിലർ ഉണ്ടോ, ഇതിൻ്റെ ഉള്ളൊരു ലൈറ്റ് ഉണ്ടായിരുന്നു. ഈ ലൈറ്റ് പൊട്ടിപ്പോയിട്ട് ഇത് ശരിയാക്കാനായിട്ട് അല്ലെങ്കിൽ ലൈറ്റ് കത്തിക്കാനായിട്ട് നമ്മൾ നോക്കിയപ്പോൾ ബൂട്ട്മോ പോലുള്ള സൈറ്റുകളിൽ മാരക വിലയാണ്. കാരണം 1-2 സാധനം ബാക്കിയുള്ള 9,000 രൂപയൊക്കെ പറയുന്നത്. അങ്ങനെ ഇത് കസ്റ്റം ചെയ്തെടുത്താണ്. ഒരു LED ഒക്കെ അകത്ത് വെച്ച് ആ പാഡിംഗ് ഒക്കെ ചെയ്തെടുത്താണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പോയിലർ എന്ന് പറയുന്നത്. വൈപ്പറും ഡിഫോറൊക്കെ ഓൾറെഡി ഉള്ളതാണ്. പിന്നെ ഇവിടെ പാർക്കിംഗ് സെൻസർ പുതിയ ഒരു മാനദണ്ഡമാണല്ലോ, അത് നമ്മൾ വെച്ചിട്ടുണ്ട്. 2 ടെയിൽ ലാംപ്സ് വെച്ചു. പുതിയത് 750 രൂപ വെച്ചു. അപ്പോൾ ലൈറ്റുകൾക്ക് മാത്രം എനിക്ക് തോന്നുന്നു 4,000 5,000 1,500 6,500 രൂപയ്ക്ക് ലൈറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു മ്യൂസിക് സിസ്റ്റം വെച്ചു. സ്പീക്കേഴ്സിനുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷേ ഞാൻ കാണിക്കാൻ വന്നതല്ല. ഈ വണ്ടിക്കകത്ത് ആവശ്യത്തിലധികം റെസ്റ്റ് ഉണ്ടായിരുന്നു. ഈ റെസ്റ്റ് ഇവിടെയൊക്കെ ഇതാണ്. ഇതൊക്കെ നമ്മൾ ബോഡി കളർ അടിച്ചിട്ടാണ്. ഈ സ്പെയർ വീലിൻ്റെ ഒരു കാര്യം കണ്ടത്, പുതിയ ടയറാണ്. അപ്പോൾ ഇവിടെയൊക്കെ റെസ്റ്റ് എടുത്തു, പെയിൻറ്റ് ചെയ്തു, ഇതൊക്കെ ചെയ്തു. അപ്പോൾ പഴയ വണ്ടികൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് തുരുമ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 10-15,000 രൂപയുടെ പാച്ച് വർക്ക് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. റണ്ണിങ് ബോർഡ്, ഫ്ലോറുകൾ, പിന്നിലെ സ്റ്റെപ്പിന് വെച്ച ഫ്ലോറ്, അതെല്ലാം തുരുമ്പായിരുന്നു. അതൊക്കെ തന്നെ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ലോക്കൽ ഡീലർഷിപ്പിലൊന്നും പോകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം പോയി തന്നെ ചെയ്താൽ മതി. വലിയ പണിയില്ല. ഈ
ആൻറ്റിനയുടെ ഹോൾ വരെ നമ്മളവിടെ അടച്ചിട്ടുണ്ട്, അതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പുതിയതാക്കിയ പഴയ വണ്ടി എന്ന് പറയാൻ പറ്റും. അപ്പോൾ 2004 വണ്ടി എന്ന് പറയുന്നത് അറിയാലോ, 20 വർഷം കഴിഞ്ഞിട്ടുണ്ട്, 21 വർഷമായി. അപ്പോൾ ഇനി 20 വർഷം കഴിഞ്ഞ വണ്ടിക്കുള്ള ടെസ്റ്റിനുള്ള ചാർജ് എന്താ അതുകൂടി പറയാം. പഴയ വണ്ടികളോട് ഗവൺമെൻറ്റിന് വലിയ സ്നേഹമൊന്നുമില്ല. ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം വെച്ച് നോക്കിയാൽ BS4 വരെ നിർത്തി ഡീസൽ. കാരണം പൊല്യൂഷൻ അത്രയുണ്ട്, 400+ ഒക്കെയാണ് AQI. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചാർജ് കൂടുതലാണ്. 20 വർഷം പഴക്കമുള്ളതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ടെസ്റ്റിന് മാത്രം 11,000 രൂപയോളം ചാർജ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പെയിൻ്റ് അടിക്കാനെടുത്ത സമയം അല്ലെങ്കിൽ ഈ കാലങ്ങളൊക്കെ എടുത്ത് വെച്ച് ചെയ്തുകൊണ്ട് ഒരു 4,000 രൂപയോളം പിഴയും വന്നിട്ടുണ്ട്. അപ്പോൾ 15,000 രൂപ നമ്മൾ ടെസ്റ്റിനായിട്ട് ചിലവാക്കിയിട്ടുണ്ട്. ടാക്സ് നമ്മൾ ആദ്യം അടച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് ആ കാശ് വന്നില്ല. ടാക്സ് കൂടെ ഉണ്ടെങ്കിൽ 25,000 രൂപ വരും എല്ലാം കൂടെ. അപ്പോൾ ലൈറ്റുകൾ, പെയിൻറ്റിങ്, അപ്പോൾസറി, സീറ്റുകൾ, ടെസ്റ്റ് എല്ലാം കൂടെ 1,00,000 രൂപ. ഓക്കെ, 40,000 രൂപയ്ക്ക് വാങ്ങിയ വണ്ടിക്ക് 1,00,000 രൂപ ചിലവാക്കി 1,40,000 നിങ്ങൾക്ക് ഇത്രയും കണ്ടീഷനുള്ള വണ്ടി കിട്ടില്ല. അത് കട്ടായമാണ്. എഞ്ചിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓയിൽ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. അന്ന് ഞാൻ പറഞ്ഞ ഒരു എഞ്ചിൻ്റെ ആ റാഡ് പൊട്ടിയിട്ട് മാറ്റേണ്ടതായിട്ട് അത് മാത്രമാണ് ചെയ്തത്. പക്ഷേ അത് എന്തായാലും സ്റ്റാൻഡേർഡോടെ പ്രശ്നമാണ്, അതൊന്നും ചെയ്യാനില്ല. പക്ഷേ കുറച്ച് കൂടിയ മോഡലായിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം കൂടി ഇല്ലായിരുന്നു. ഇതിൻ്റെ അകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഞെട്ടും. അകത്ത് നോക്കിയാൽ, അകത്ത് സീറ്റൊക്കെ നോക്കിയാൽ കസ്റ്റം പെയിൻ്റ് അടിക്കുമ്പോഴുള്ള ഗുണം എന്ന് പറയാൻ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഇവിടെയൊക്കെ ആ ബോഡിയുടെ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് നോക്കിയേ, 15,000 രൂപയുടെ സീറ്റാണിത്, ബക്കറ്റ് സീറ്റ്, ഫ്രണ്ടും ബാക്കും ഉണ്ട്. ഈ ഹെഡ്ലൈനറൊക്കെ മാറ്റി എല്ലാം കൂടെ നമുക്ക് 20,000 രൂപ വന്നു. ഈ അപ്പോൾസ്റ്ററി മൊത്തം ഡോർ പാഡ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചെയ്തു. ഡോർ പാഡിലൊരു ഇൻസേർട്ട് കൊടുത്തു, ആ സ്റ്റിച്ച് കൊടുത്തു, പെയിൻറ്റ് ചെയ്തു. ഇത് ഒക്കെ പെയിൻറ്റിങ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ലിഡൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ നമ്മളെല്ലാം സംഘടിപ്പിച്ചു കേട്ടോ. അതായത് ഇതിൻ്റെ എല്ലാ ട്രിം പാർട്ടും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഒരു പീസ് മാത്രമേ ഇപ്പോൾ മിസ്സിംഗ് ഉള്ളൂ, അത് ബൂട്ടാണ്. അത് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്, അടിക്കാൻ കൊടുത്താൽ കിട്ടും. പവറിൻ്റെ സ്വിച്ചുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. പിന്നെ ഇതിന് സെൻട്രൽ ലോക്കും വെച്ചു. ഒരു വണ്ടിക്ക് ആവശ്യമാണല്ലോ സെൻട്രൽ ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ലോക്കും വെച്ചു. പിന്നിലേക്ക് വന്നേ, പിന്നിലെ സീറ്റ് നോക്കിയേ. ഈ പിന്നിലെ സീറ്റും പ്ലഷ് അല്ലേ കേട്ടോ. സീറ്റ് ബെൽറ്റൊക്കെ അങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ ലാപ്പ് ബെൽറ്റ് മുകളിൽ വെറുതെട്ടൊക്കെയാണ്. ഇതിനകത്ത് ഇരിക്കാനും രസമാണ്. അതായത് നമ്മൾ പഴയ വണ്ടിയാണെന്ന് കരുതണ്ട, ഇതിനകത്ത് ഇരിക്കാനായിട്ട് അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അന്നത്തെ ടോൾ ബോയ് രൂപകൽപ്പനയുള്ള ഒരു സാൻഡ്രോ എന്ന് പറയുന്ന വണ്ടിക്ക് നമുക്ക് ഹെഡ്റൂം കാര്യങ്ങളൊക്കെ കിട്ടും, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് ഇതിങ്ങനെ ആക്കിയപ്പോൾ ഇത് ഓടിച്ചുകൊണ്ട് നടക്കാനും യാത്ര ചെയ്യാനൊക്കെ സുഖമായി എന്നുള്ളത് ലളിതമായിട്ട് പറയാം. ഈ സാൻഡ്രോയുടെ വലിയ പ്രത്യേകതയാണ് ഇതിൻ്റെ എഞ്ചിനും ഹൈഡ്രോളിക് പവർ സ്റ്റീറിങ്ങും. ഈ എഞ്ചിൻ എന്ന് പറയുന്നത് 4 സിലിണ്ടറാണേ. ഈ എഞ്ചിൻ്റെ ഒരു രൂപമൊക്കെ ഉണ്ട്. നമ്മൾ എഞ്ചിൻ അഴിച്ചിട്ടില്ല കേട്ടോ, നിർത്തിക്കൊണ്ടാണ് പെയിൻ്റ് എടുത്ത് ആ അവിടെയൊക്കെ കാണാം. പിന്നെ ഈ ഒരു ബോണറ്റിന് മുകളിൽ അന്ന് പാഡിംഗ് ഒന്നുമില്ല, പൈപ്പൊക്കെ നമ്മൾ മാറ്റി പുതിയ പൈപ്പാക്കി. ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് സ്മോളാണ് എന്ന് കരുതിയിട്ട് ഒന്നും വിട്ടിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് തോന്നും 40,000 രൂപയ്ക്ക് വണ്ടി വാങ്ങി ഇത്രയും കാശിലാക്കി 1,40,000 ആക്കി വണ്ടി കൊണ്ട് നടക്കുന്നത് വർത്താണോ എന്ന് തോന്നും. പക്ഷേ ആ തോന്നലിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്നൊരു വണ്ടി വാങ്ങണമെങ്കിൽ ആ കാശ് പോരാന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോഴേ, ഇപ്പോൾ നമ്മൾ സാൻഡ്രോ മേടിക്കുന്നു എന്നുള്ളതല്ല, സാൻഡ്രോ മേടിച്ച വണ്ടി കൊടുക്കാതെ നമ്മൾ കൊണ്ടു നടക്കുന്നുള്ളതാണ്. അത് വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. 1,40,000 എന്ന് പറയുമ്പോൾ ഒരു ബൈക്കിൻ്റെ വില ആയിട്ടുള്ളൂ കേട്ടോ ടെക്നിക്കലി. പിന്നെ ഈ വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസി പ്രശ്നമാണ്. സാൻഡ്രോയ്ക്ക് വലിയ മൈലേജ് ഒന്നുമില്ല, അറിയാലോ, 12-14 കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ CNG കയറിയുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് 2004 മോഡലായതുകൊണ്ട് നമുക്ക് പേപ്പറിൽ അത് ആഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 2007+ ഒക്കെ ആണെങ്കിൽ നമുക്ക് സീക്വൻഷ്യൽ കിറ്റ് കയറ്റി പേപ്പറിൽ ആഡ് ചെയ്ത് ഡീസലിനേക്കാളും ലാഭത്തിൽ ഓടിച്ചുകൊണ്ട് നടക്കാം. അതൊരു ഗുണമാണ്. ഇപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് ഒരു വണ്ടി വേണം തോന്നുകയാണ്, ഫ്യൂൽ എഫിഷ്യൻസിയാണ് പ്രശ്നമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു വണ്ടി വാങ്ങി ഒരു CNG കിറ്റ് കയറ്റിയാൽ ആ പ്രശ്നം ഒരു പരിധി വരെ തീരും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ടർപ്പായ കെട്ടി അവിടെ പെയിൻ്റ് അടിക്കാൻ ഒരു സംവിധാനം ഉണ്ടായി, പെയിൻ്റ് അടിക്കാനുള്ള ആളെ അറിയാം, മെഷീൻ വാടകയ്ക്ക് എടുക്കാൻ പറ്റിയൊക്കെ ചെയ്തു. നമുക്കിതൊന്നും പറ്റില്ല, നമ്മൾ സാധാരണക്കാരനല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനുകൊണ്ട് ഉത്തരം, ഇതൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്ന കുറേ വർക്ക്ഷോപ്പുകളുണ്ട്, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു തരുന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ പണിത് തരുന്ന വർക്ക്ഷോപ്പുകളുണ്ട്, കോസ്റ്റ് കുറച്ചിട്ട്. ഇപ്പോൾ ഈ സീറ്റൊന്നും ഇത്ര പ്രശ്നമുള്ള കാര്യമില്ല, വേണമെങ്കിൽ സ്റ്റോക്ക് സീറ്റിനെ മതി, പ്രശ്നമൊന്നുമില്ല. ഫാബ്രിക് അടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വെറുതെ ഒരു റെക്സിൻ അടിച്ചാൽ മതി. അപ്പോൾ ചിലവ് പകുതിയായി. ഇത് കുറച്ച് ആർഭാടമായിട്ട് പണിതുകൊണ്ടാണ് ഇത്രയും പൈസ വന്നത്. എനിക്ക് തോന്നുന്നു 40,000 രൂപയുടെ വണ്ടിക്ക് നമ്മൾ എഞ്ചിനൊന്നും നേരാക്കില്ലേ, അതിനൊത്തിരി കോസ്റ്റ് വന്നു. ഒരു 30,000-40,000 ഉള്ളു വന്നായിരുന്നു എഞ്ചിൻ പണിയാനായിട്ട് മൊത്തത്തിൽ. അപ്പോൾ അത് ചിലവാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയിൽ ഓൾറെഡി എക്സ്പെൻസ് ആയി. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് അൾട്രാ എക്സ്പെൻസീവ് ആയിട്ട് നന്നായി ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഡുവൽ ടോൺ കളറും ഈ മിനി കൂപ്പറിന്ന് ഡെറിവ് ചെയ്തിട്ടുള്ള കളറൊക്കെ വെച്ച് നമ്മൾ ചെയ്തത്. പക്ഷേ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, സിംഗിൾ ടോണോ വൈറ്റ് കളറോ എന്തൊക്കെ അടിച്ച് നമുക്ക് കൊണ്ടുനടക്കാം. അപ്പോൾ ഉപയോഗമാണ് ലക്ഷ്യമെങ്കിൽ ചിലവ് കുറച്ച് ചെയ്യാം, ഇത്രയ്ക്കൊന്നും ആർഭാടാക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് ഒരു സ്പെഷ്യൽ കാറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് എടുത്ത് ചെയ്തതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു ലോക്കൽ വർക്ക്ഷോപ്പ് കിട്ടുന്നില്ല, ഇങ്ങനെ പെയിൻ്റ് അടിക്കാൻ ആളില്ല എങ്കിൽ ഞാൻ താഴെ ഷിജുവിന് നമ്പർ കൊടുക്കുന്നുണ്ട്, ഷിജുവാണ് വേണ്ട ഓണർ എന്ന് പറയുന്നത്. അപ്പോൾ ഷിജുവിനെ കോൺടാക്ട് ചെയ്തോ, പുള്ളി ഒരു അഡ്വൈസ് തരും, പുള്ളിയെ കൊണ്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റും, പുള്ളി കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഓക്കെ, അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് ഒരു ബൈക്കിനേക്കാളും ഗുണമാണെന്ന് പറയാൻ കാരണം AC ഇട്ട് മഴ കൊള്ളാതെ സുഖമായിട്ട് യാത്ര ചെയ്യാന്നുള്ളത് തന്നെയാണ് ഒരു കാറ്. അത് മാന്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ട്. അതായത് നല്ല വണ്ടികൾ ചെറിയ വിലയ്ക്ക് കിട്ടും. അതൊന്ന് നോക്കി പാമ്പർ ചെയ്തെടുത്താൽ നമുക്ക് ആ വണ്ടി
കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. അതിന് തെളിവാണ് 40,000 രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിയ സാൻഡ്രോ. ഇതിനിപ്പോൾ വില നിങ്ങളെല്ലാം കൂടി പറഞ്ഞ് കൂട്ടി 2 ലക്ഷം രൂപ കണ്ടോ, അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപ കണ്ടോ, വേണ്ട, ഇനിയിപ്പോൾ എക്സ്ട്രാ 3 കണ്ടോ, എന്നാലും അടുത്ത 5 വർഷത്തേക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല. ചുമ്മാ ഓടിച്ചുകൊണ്ട് നടന്നാൽ മതി.